സോ ഇനി നമ്മൾ വന്നിരിക്കുന്ന വെച്ചാൽ നമ്മൾ ഈ കളിക്കാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാകാൻ പറ്റും അല്ലേ. സോ ഇതാണ് നമ്മുടെ അതായത് പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നു, എല്ലാം പുതിയതായി. ഇത് നമുക്ക് പുതിയ പുതിയ പ്ലാറ്റ്ഫോം കിട്ടും വിചാരിക്കണം. പ്ലസ് നമ്മുടെ 3 ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ട് ഗൈസ്, 3 ഗിഫ്റ്റ് വൗച്ചേഴ്സ്. അതായത് ഈ കാണുന്ന എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കി വേണ്ടോ ഞാൻ പറഞ്ഞാൽ. ആദ്യമില്ലേ നമ്മുടെ ഗിഫ്റ്റ് വൗച്ചർ എടുത്തിട്ട് എവിടെ ഇങ്ങനെ മറ്റേ പുതിയ 1 2 അങ്ങനെ ആക്കാനേ കാണിച്ച് എന്തറിയോ ലാസ്റ്റിലാണ് അത് നല്ലതായിരിക്കാൻ ചാൻസുണ്ടാവും. സോ നമുക്ക് നോക്കാം. സോ ഇതാണ് ലെഗസി ലീഗ്. നമ്മുടെ 3 വൗച്ചേഴ്സ് ഉണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. കിട്ടിയട മോനെ, അടുത്ത് കിട്ടിയില്ല. വേറെ കാറിലോ കിട്ടി എൻ്റെ മോനെ. എടാ വേറെ കാറിലോ കിട്ടി. മിനിറ്റ് അങ്ങനെയപ്പം ഞാൻ മാറ്റണല്ലോ. അങ്ങനെയപ്പം നോർമലാക്കട്ടെ. നോർമലാക്കി കഴിഞ്ഞാൽ സെറ്റാ. ഫോട്ടോ ഇല്ല പെർഫെക്റ്റ് മോനെ. വേറെ കാറിലോ ആടാക്കിയ 112 ആയി. മോനെ അടിയോ എനിക്ക് സ്കിൽ മൂവ്സ് ഉണ്ട്. അത് എനിക്ക് അറിയിക്കാത്ത നോക്ക് സ്കിൽ മൂവ്സ് ഉണ്ട് മോനെ. അവിടെ സ്കിൽ മൂവ്സ് ഉണ്ട്, ഇനി പ്ലേ സ്റ്റൈലും ഉണ്ട്, സ്കിൽ മൂവ്സും ഉണ്ട്. ആഹാ ഇത് നല്ലതെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് തന്നെ ട്രെയിൻ ചെയ്യാമെന്ന് തോന്നുന്നു. ആണ് ചീപ്പായി കൊണ്ടില്ലേ സത്യം പറഞ്ഞല്ലേ. എൻ്റെ ലെഗസി അതൊക്കെ നമുക്ക് പോവാം. പ്ലേ സ്റ്റൈലുണ്ട്, ഇവിടെ പ്ലേ സ്റ്റൈലുണ്ട്. എൻ്റെ മോനെ അത് കുഴപ്പമില്ല. ഞങ്ങൾക്കറിയാം. ഞാൻ ഒരു പ്രാവശ്യം എടുക്കാൻ നോക്കിയിട്ട് റിവാൾഡോനെ കിട്ടിയ റാങ്ക് അപ്പസ് ഇല്ല. പോയി മോനെ പോയി. നല്ല ഓർക്കണം മോനെ. ഞാൻ സ്പെയിൻ പിടിക്കണോ? സ്പെയിൻ എന്നെ പിക്ക് ചെയ്യണം. ഇവന് പറ്റ ഐക്കോണോടെ പ്രൊഫൈലൊക്കെ കൊള്ളുന്നു. ഇപ്പോൾ ഇവനെ അടക്കാൻ പറ്റുമോ? അല്ലേ അതായത് നമുക്ക് കമ്പയർ ചെയ്യാം. ഇപ്പം എൻ്റെ മോനെ ഇവിടെ പേർക്കൊന്നും വലിയ ഷൂട്ടിങ്. ഇപ്പോൾ എക്സാമ്പിൾ എന്തൊക്കെ നല്ലതായിക്കൂടെ ഞാൻ ഇതെന്ന് അവിടെ സ്പെയിൻ ഇല്ലേ? സ്പെയിനിൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവണ്ടേ? അതെ ഇപ്പം സ്പെയിൻ ഉണ്ടാവോ? സ്പെയിൻ ഇല്ലെങ്കിൽ പിന്നെ ചത്ത് മോനെ ചത്ത്. സ്പെയിൻ ഉണ്ട് നോക്കിയിട്ടൊന്ന് പറയുമോ? കിട്ടി സ്പെയിൻ ഇപ്പം തന്നെ കറക്റ്റ് ആയിക്കോ പോലുണ്ട്. ചെയ്തെങ്ങൊന്നല്ല ടീമാണ്. അപ്പം നമുക്കൊരു ഹെഡ് ഉറപ്പായിരിക്കും ഗൈസ്. ഈ കാണുന്ന പോർച്ചുഗൽ അവിടെ പോർച്ചുഗൽ സ്പെയിനും യുവന്മാരെ തോപ്പിച്ചിട്ട് അറിയുള്ളൂ. ഇത്രയ്ക്കും പറയാത്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ നല്ല വർക്കൗട്ടാടാ. ഇപ്പോൾ ഞാൻ മോനെ വിറ്റേനിങ് മോനിക്കൊരു 10,000 വരെ കിട്ടു. പക്ഷേ ഞാൻ പറയുന്നു പക്ഷേ ഞാൻ ബുക്കൂല ഞാൻ ആടെ തന്നെ ഉണ്ടാവും. ശരി സിമ്പിളാണ്. ഇവിടെ നട്ടിപ്പോട്ടെ മോനെ. നമ്മുടെ ടീം നോക്കൂ മോനെ. ഒരു 5 രൂപൻ്റെ പൈസ അവിടെ ഇവരുടെ ടീമാണെങ്കിൽ ഊൾഡയുടെ മോനെ. മറ്റെന്താ അത് വീമാരുടെ പാട്ടുണ്ട് അതുണ്ടാക്കുന്ന പോലെ ഉണ്ട്. ആളെടുക്കുക
കാശ് കൊടുക്കാം. നല്ല സൈക്കിൾ കൊടുത്തേ ആരിപ്പോയി ആയിക്കോയ് ചെണ്ട് സ്പെയിൻ രാജ്യമാണ്. ഇത് ചിരിയല്ലേ? ചിരിയല്ല. ഓക്കെ തിരിച്ചാണ് ചെക്കന്മാർക്ക് നമ്മൾ വേറെ ആരാണ് യൂറോ സിൽവ, പെഡ്രോ മെൽബു, യൂറോ മെരിച്ച് അതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അഫോവേയോ, മെസ്സേദോ, റൊണാൾഡോ 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 പോർത്തുഗൽ പോർത്തുഗൽ അങ്ങനെ കറക്റ്റ് ഷോട്ട് സ്വിമ്മിങ് ഷോട്ട് ആയിരുന്നു. സ്വിമ്മിങ് ഷോട്ട് എനിക്ക് തന്നെ മര്യാദയ്ക്ക് കൺട്രോൾ കിട്ടുന്നില്ല. എന്താ പറയുന്നത്? മാച്ച് ഹാഫ് ടൈം കഴിഞ്ഞാ ഇത് ശരിയല്ലേ? അത് ശരിയല്ല. അവൻ്റെ മുടിക്കുന്നത് അവൻ്റെ മുടിക്കൊന്നും വരില്ല. ഓക്കെ ഡേനോമന് അയ്യോ അന്വേഷിക്കണേ. അയ്യോ നല്ലൂടെ ഇല്ലടാ. ഞാൻ പത്തോട്ട് 10 കൊടുക്കണ്ടേ? കാരണം എന്തുകൊണ്ടറിയോ? സ്പെയിനാണ് മെയിൻ ഗ്രൂപ്പ്. ഓർക്കില്ലേ ഐക്കോൺസില്ലേ? ഞാൻ സത്യമൊക്കെ കാണിച്ചില്ല. യാസീനെ ബീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കൊടുക്കുന്നത്. നമുക്ക് കാണാം ആരാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കത്തിലില്ല. അത് 6 രൂപ. Perfect. Now it's an sister. Calling Mr. Cristiano. ഇവിടെ മോനെ ഇത് പറ്റൂല മോനെ. മെസ്സി കഴിയൂലാണോ തോന്നുന്നത്. കാരണം ഇന്ന് നമ്മൾ മര്യാദയ്ക്ക് ഗോളടിക്കണം. അതാണ് എനിക്ക് മനസ്സിലാവേണ്ടത്. ബോളെടുക്കുക, ജസ്റ്റ് അരിയത്ത് പോവുക, ഗോളടിക്കുക, അത്ര ഫിനിഷ് ഷോട്ട് ഇങ്ങനത്തെ കുന്ത്രാണ്ടൊന്നും അടിക്കണ്ട. ഇപ്പം അടിച്ചു പോകും അപ്പുറത്ത് പോകാം. ഇവിടെ ഇല്ല. പോണോടാ മാഷോ. നോക്കി ദൂരത്ത് ഷോട്ട് അടിക്കാൻ പറ്റൂലേ? അത് ശരിയല്ലേ? ആരെയൊന്നും clean slate. തോറ്റി ഉള്ളപ്പോൾ നടന്ന പകരമില്ലേ? അക്കൗണ്ട് ടീമിലെന്നോ അവാർഡ് നമ്മുടെ എനിക്ക് 3 സേവുണ്ട്. പക്ഷെ നോ വൺ സ്കോർസ്.
ഡ്രോ ലെവൽ 4 എനിക്ക് അൺലോക്ക് ആയിട്ടുണ്ടാവും. അങ്ങനെ എനിക്ക് റാങ്കൊന്നും വേണ്ട, ഞാൻ തരാമെന്ന്. അത് കളിക്കാനുണ്ട് ഇവിടെ മോനെ, അപ്പോൾ കളിക്കാനുണ്ട്. 6 വിചാരിച്ചു ഞാൻ പണ്ടേ ക്യാമ്പീന കാണിച്ചത്. ഇത് വേസ്റ്റ് ടീം ആയതുകൊണ്ടാണ് എനിക്ക് മറ്റേ മര്യാദ സ്കിൽ മൂവ്സ് അങ്ങനെയൊന്നും കിട്ടാത്തത്. ഇപ്രാവശ്യം ഓറെ കാണിച്ചറിയടാ മോനെ. അറ്റാക്കിൽ ഞാൻ പ്രോ ആടാ മോനെ, ഹെഡ് ടു ഹെഡിൽ പ്രോ ആണ്, അറ്റാക്കിലും പ്രോ. പക്ഷെ എനിക്ക് സ്കില്ല് പുറത്തെടുക്കണില്ലേ, അതാണ് മെയിൻ പ്രശ്നം. ഓക്കെ ഓർത്തു മോനെ, ഓർത്തു ശരിയുണ്ടോ? ആ കണ്ണിന് ഞാൻ കണ്ടുപിടിക്കാൻ അതന്നെയാണ് പറഞ്ഞത്. ആയിഷ ബീബി ഹായ് കൊണ്ടേ ആനന്ദ വിരുണ്ട കൊണ്ട് അശോക് ഇവിടെ അങ്ങടെ മോനെ അടിപൊളിയാടാ. ഇതിങ്ങനെ കളിക്കണം, തോപ്പിച്ചാണ് മോനെ. 2 ഗോളായി മോനെ, ഞാൻ ചെയ്യുന്നില്ല. 4 2 ജോയ് 5 ഗോളായി നമ്മുടെ അടുത്താണ്. അവിടെ ഗൈസ് ഒരു സ്റ്റാർ കിട്ടി. അത് ലെവൽ 5 എത്തി. ഒരു മിനിറ്റ് അൺലോക്ക് ആക്കിയാ. യെസ് ഇതുണ്ടല്ലേ 10. യെസ് വിൽ ഗonna do it. 1 minute. Not the goalkeeper. Nakapana വേണ്ട, ഞാൻ സൂക്ഷിക്കുന്നില്ല എന്നെ പോലെ. എൻ്റെ മോനെ 100 സ്റ്റാർസും വേണം അതിനായിട്ട്. കാര്യങ്ങൾ തന്നു വളരെ നന്ദി. 1 മിനിറ്റ് അങ്ങനെ ഒട്ടു എനിക്ക് ഇവൻ ഗോൾ കീപ്പറാണ്. സ്ട്രൈക്കറിനെ ഞാൻ ഉണ്ടാക്കാം. എനിക്ക് ഫാനലി എനിക്ക് 2 ആളെയും പറ്റി. ഇങ്ങനെ ഉണ്ട് മോനെ, നമ്മൾ ജയിച്ചിട മോനെ. ഇനി ഇവനെ റിമൂവ് ചെയ്യണം. അതിന് എനിക്ക് എന്തെങ്കിലും പുതിയ വഴിയില്ല. ഇതിന് നല്ല എന്തെങ്കിലും എന്താ ചെയ്യണ്ടേ?
നമുക്കില്ലേ കിക്ക് ഓഫ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ 4 8 ഓക്കെ. സോ നമുക്ക് ഫസ്റ്റ് നമുക്ക് എനിക്കറിയാം നല്ല താങ്ക് യു. നമ്മുടെ ടീം ചെയ്യാൻ പറ്റും. എനിക്ക് ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഞാൻ റിച്ച് ആവുകയും ഇഷ്ടമാണ്. അത്ര ഷർട്ട്സ് ഉണ്ട്. ഓക്കെ 11,900 ഷർട്ട്സ് ഉണ്ട്. സോ ഫൈനലി ഇതിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ണ്ട് 12,000 ഉണ്ടോ മോനെ? സത്യത്തിൽ എനിക്കറിയണം. ഹാളൻഡ്, മെസ്സി, റൊണാൾഡോ പോലീസ് ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരുണ്ട്. റാപ്പീനി ഉണ്ട് 16 മോനെ ഉണ്ടോ? ഇല്ല മോനെ. ഒരു ഫിനിഷ് ഷോട്ട് അതേപോലെ എന്ത് നല്ല ഗോൾ കീപ്പർ കേട്ടോ. 17-16 ഡിയാഗോ മറഡോണ, ടോണി ക്രൂസ്. നമുക്ക് GTA 6 ഉണ്ട്. നമുക്ക് ഒരു പൊസിഷൻ വേണം. 12,000 നല്ല പ്ലെയർ ഉണ്ട് സെൻട്രൽ ബാക്കിന്. ഉസ്മാൻ ഡെമ്പലുണ്ട്. നമുക്ക് ആദ്യം സെർച്ച് ചെയ്യേണ്ട വെച്ചാൽ ഇപ്രാവശ്യം ഒന്നും സെർച്ച് ചെയ്യാനില്ല. ഇപ്രാവശ്യം നാഷണൽ കഴിഞ്ഞിട്ട് മാറുള്ളൂ. അർജൻറ്റീന, ബ്രസീലില്ല, പോർച്ചുഗൽ. അർജൻറ്റീനയും പോർച്ചുഗലും. ഇപ്പം എന്തെങ്കിലും നല്ല പ്ലേയേഴ്സ് വരും, നമുക്ക് നോക്കാം. സ്ക്രോൾ ചെയ്ത് ഫൈനലി അർജൻറ്റീന പോർച്ചുഗലും കിട്ടി. ഓക്കെ ഫീഗോക്കിന് 15,000 അടിപൊളി. അതോ അമീറിൻ്റെ മേടിക്കാൻ കിട്ടും. പക്ഷേ മോനെ 16,000 മോനെ. ആട്ടെ ഇപ്പം തന്നെ എക്സ്പെൻസീവ് ആയിരുന്നു മോനെ. 8,000 സെൻട്രൽ ബാക്ക് മേടിച്ചാലോ? മേടിക്കണ്ട. ഒരു 10,000 ഗോൾ കീപ്പർ ജോനെഡിസ് സെൻട്രൽ ബാക്ക്. ഇനി നമുക്ക് നമ്മുടെ ടീമിനെ ആദ്യം സെറ്റപ്പ് ആക്കണം. അപ്പം നമുക്ക് RW CAM പിന്നെ CM. ഓക്കെ RW CAM. ഓക്കെ നമുക്ക് ആദ്യം RWക്ക് നല്ല എന്തെങ്കിലും പ്ലെയർ ഉണ്ടോ നമുക്ക് നോക്കാം. RW എടുക്കോ എന്തെങ്കിലും നല്ലുണ്ടോ? ജോർജിയും ബെസ്റ്റ് ഉണ്ട് മോനെ. പക്ഷെ മോനെ മതിയില്ല. ഇതിന് നല്ല ചീപ്പാണ് മോനെ. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാ എടാ. എൻറ്റോണി എല്ലാവരും ഉണ്ടോ മോനെ? ലെമീനിയമാൻ പോടാ. ഞാൻ മേടിക്കൂല മോനെ. ഫസ്റ്റ് പൊസിഷൻ നല്ലൊരു ഗോൾ കീപ്പർ വെച്ച്. ഇപ്പം നല്ല എന്തെങ്കിലും ഗോൾ കീപ്പർ ഉണ്ടോ? സ്പെഷ്യൽ
കുറേ ഗോൾ കീപ്പേഴ്സ് ഉണ്ട്, അതിൽ പിടിക്കാൻ പറ്റില്ല. കീലിസ് നല്ല ഗോൾ കീപ്പറാണ്. സോ അതൊക്കെ ഇന്ന കിട്ടിയ നല്ല ഗോൾ കീപ്പറാണ്. അപ്പം നമ്മുടെ കുഴപ്പമില്ല കുറച്ച് ചീപ്പൊക്കെ മേടിക്കാം. ആരും വെക്കണ്ട. 500 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമോ? കുറച്ചൊന്നും കഴിഞ്ഞ് ഇന്ന് ഗോൾ സ്കീം ഞാൻ ഗോൾ കീപ്പർ മാത്രമേ ഉള്ളൂ കാണിച്ചു. ഇപ്പം 4000 ആയിട്ടുണ്ട്. നമുക്ക് റഹീം അപ്പോൾ ഇവനെ വാങ്ങിക്കാൻ പറ്റുമോ? ഫാമിലി അമ്മ വാങ്ങിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വെൽക്കം ഡ്രാഫ്റ്റ് ഓപ്പൺ ചെയ്യാം. എല്ലാം ഉണ്ടാവും. അതന്നെ വെൽക്കം ഡ്രാഫ്റ്റ് ഓപ്പൺ ഇതിന് മതിയാൻ പോകുന്നില്ല. ഞാനാണെങ്കിൽ എന്തെങ്കിലും ആകുമ്പോൾ ഒന്ന് പറയാം. കേലസിനെ അപ്ഗ്രേഡ് ആക്കണം. അതായത് ഓരോ അപ്ഗ്രേഡിന് കേലസ് ചെയ്യുന്നതോടും നമുക്ക് നല്ലൊരു കേലസ് കഴിഞ്ഞ മോനെ ഇനി ഇതെടുത്തിട്ട് എന്തോ ആയിട്ടുണ്ട് എൻ്റെ ശരിക്കും പറഞ്ഞാൽ എന്തോ മനസ്സിലാവും. ട്രെയിനിങ്ങിലെടുത്തിട്ട് എല്ലാം പ്ലെയറിനെ ഒപ്പിക്കാൻ ഇത് മാത്രം മതി. മെയിനായിട്ട് നമുക്ക് 1900 ഉള്ളൂ. സോ നമുക്ക് സിഗ്നേച്ചറിൽ നമുക്ക് ലെഫ്റ്റ് വിങ് മാത്രം മതി. ലെഫ്റ്റ് വിങ്ങിന് എന്തെങ്കിലും നല്ലതുണ്ടോ? നമുക്ക് ലെഫ്റ്റ് വിങ് നല്ല ഉണ്ടാവും. പോയാട്ടെ. ഞാൻ വില്യംസുണ്ട്, മെയ്യുണ്ട്. മെയ് ഓരടിക്കേസ് എന്തെങ്കിലും നല്ലുണ്ടോ ഞാൻ നോക്കട്ടെ. ലെഫ്റ്റ് വിങ്ങിന് വിനീസ് ജൂനിയർ വേണോ? വേണ്ട ഓന് വേണ്ട. നോ ഇവന് നോ ഇതും വേണോ നോക്കാം. എന്നാൽ സെൻറ്റർ ബാക്ക് നോക്കാം. CM നല്ല ഇങ്ങോട്ട് പ്രാർത്ഥിച്ചോ. കളേബിളില്ല നമുക്ക് തപ്പട ഗസ്. പെഡുണ്ട് 5000 ഉള്ള പെഡിൽ നല്ല എന്തെങ്കിലും വേണം മോനെ. പെട്രി ഇല്ല മോനെ. റൈറ്റ് കേസ് ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ ടീം.
ഒന്നുമില്ല. പക്ഷേ നമ്മുടെ കെയിലസിനെ തന്നെ ഹെൽപ്പ് ചെയ്യണ്ടേ. കാണിച്ച് ഈ ടീമിന് മൊത്തം ആൾക്കാർ റാങ്കപ്പ് തന്നെ സമയം കിട്ടൂല. അതുകൊണ്ടാണ് ട്രാൻസ്ഫറിൽ നോക്കുമ്പോൾ കുറേ ആൾക്കാർ റിയലൈസ് ചെയ്യണം. റൊണാൾഡോ ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പം റാങ്കപ്പ് ട്രാൻസ്ഫർ ഒന്നും നല്ലതല്ലേ കാര്യം. നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഓണത്തെ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. നമുക്ക് കെയിലസിന് ഉണ്ടാവുന്നതാണ്. ഓണം ബൈ കെയിലസ്. ഈ നാട് വിട്ടേ പറ്റുമോ? സ്പെയിനിലാമത്തെ സ്പെയിനിൽ കെയിലസിന് വേറൊരാൾ ഗെയിം സമാധാനമാനീ സുഖ്നിവി നവലോകനെ 12,000 ഇങ്ങനത്തെ ഒരു ഗോൾ കീപ്പറുണ്ട്. അത് കോൺട്രസിന് മേടിക്കാൻ പറ്റുമോ? പക്ഷെ ഞാൻ ഒരാളുടെ കെയിലസിന് എടുത്താൽ കാണിച്ചത് ബെറ്റർ ഗോൾ കീപ്പറായിട്ട്. അവിടെ 2,000 1,000 ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉണ്ട്. 2,000 ഞാൻ എന്തിരിക്കുന്ന അറിയാം. നോയറല്ലാണ്ട് കോൺട്രസ് എടുക്കുന്നില്ല. ജോബ് ഞാൻ വിളിക്കുന്ന ലാസ്റ്റ് പിക്കേ ഉള്ളൂ. ഇവൻ തന്നെ വിൽക്കാം. ഫോൺ നോർമൽ ഗോൾ കീപ്പർ. ഓക്കെ പ്ലേസിൻ്റെ ടീമിൽ നമ്മളാണെങ്കിൽ ഇവൻ്റ് കളിക്കാൻ പോകുന്നു. അതായത് അതിൽ നാഷണൽ കോൾസ് ഉണ്ട്, അതിൽ ഗ്ലോറീസ് ഉണ്ട്. അത് നമുക്ക് അമേരിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, യൂറോപ്പ് നോക്കാം. പോർച്ചുഗൽ അല്ല പോർച്ചുഗൽ വേഴ്സിറ്റി. ഓക്കെ ഇനി നമുക്ക് ഡെയിലി ട്രെയിനിങ് നോക്കാം. ട്രെയിനിങ് ട്രാക്ടർ അക്ടേഴ്സ് ടോക്കൺ കിട്ടും. ബോൾ മേടിക്കുക. ഇങ്ങനത്തെ റിവാർഡ്സൊക്കെ മേടിക്കുക. ക്രോസ് എന്തായിരുന്നു? ക്രോസ് എന്തായിട്ടോ എന്താ കൺട്രോൾ യെസ്. നോട്ട് 1 1 അതിൻ്റെ ഉള്ളിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതാൻ ഈ ഷുഗർ ഇതും കിട്ടുമെന്ന്. അതുകൊണ്ട് നൈറ്റ് മെയർ മോഡാ ഒരു ഗ്ലോറിയസ് ഇവൻ്റാ. പോത്തോ റൊണാൾഡോ, മെസ്സി, നെയ്മർ പോസിബിൾ റിവാർഡ്സ്. എനിക്ക് റൊണാൾഡോ മാത്രം മതി, മെസ്സിനെ വേണ്ട. ഓന് അത് ഈ കൂബ വേണം. കൂബ ഞാൻ വിറ്റില്ല, അതുകൊണ്ട് പേടിക്കാനേ എനിക്ക് പേടിയുണ്ട്. സോ ദാറ്റ്സ് വൈ. സോ നമുക്ക് സിദാനിൻ്റെ തുടങ്ങാം. പണ്ട് കാലത്ത് സിദാൻ ഉണ്ടായിരുന്നു ടീമിൽ. പേരെന്തറിയാമോ? ലിബിറ്റേഴ്സിൻ്റെ ഒരു ടീമുണ്ട്. അങ്ങനത്തെ ഒരു ഉണ്ടോ ടീമിൽ ജോയിൻ്റ് ആക്കി സിദാൻ. ഓണില്ലേ പെർഫോമൻസ് നല്ല ജോയിൻ്റ് ആകും. എപ്പോഴും ഈ 2 ലീഗ്സിലാണ് അടിയുണ്ടാവുക. പക്ഷെ ഇപ്രാവശ്യം ഓ മൈ ഗോഡ് ഗൈസ്, നാഷണൽ ലീഗാണ്. സോറി കാണാൻ നേരം കിട്ടിയിട്ടില്ല. Oh my god. Guys, I'm using my unit. I'm giving it for 3 millimeters. അമ്മച്ചി ചോറുണ്ടോ കലരുമില്ല, പിന്നീടും പാറുണ്ടോ കലരുമില്ല. അത്ര ഉള്ളതിൻ്റെ പരിപാടി. അയ്യോ ഗൈസ്, എൻ്റെ പണി കൊള്ളാം.
എൻ്റെ മോനെ ഗൈസ്. എടാ ഗോൾ കീപ്പറിനില്ലേ ഇങ്ങനെയൊക്കെ ആക്കാൻ കഴിയില്ല മോനെ. എന്താ ചെയ്യാൻ ചെയ്ത് ഞാൻ വെച്ചിങ്ങനെ ലൈനൊക്കെ നോക്കിയേ ഇതൊക്കെ ലൈനായേ. ശരിക്കും പറഞ്ഞാൽ തന്നെത്താനായേ എനിക്ക് ലൈനർ വന്ന പോലെയുണ്ട്. ലൈറ്റ്നോട് വന്നല്ലോ. ഇപ്പൊ തന്നെ ഹാർഡ് തന്നെ ആവാൻ തുടങ്ങി. എന്താ പറയുക ലൈറ്റ്നോട് കാണിച്ചിരിക്കുമ്പോൾ ഒരു ഹോറബിൾ മോഡാണ്. എന്താ എന്താണ് ഈവൻലി എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. നമുക്ക് ഒന്നും കിട്ടാൻ ഇതാണ് വിറ്റ് കളിക്കേണ്ടി വരുമല്ലോ മോനെ. മാറിക്കോ കാപ്പി അങ്ങനത്തെ കളിയാടാ മോനെ. ഇവന്മാർക്ക് എന്ത് പ്രൊഫഷണൽസാ ആണെങ്കിൽ മറ്റേ ഇവന്മാരുണ്ട് ടീം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തില്ലേ. ടീം അഡ്ജസ്റ്റ്മെന്റ് എന്താ അറിയോ ടീമില്ലേ ചെയ്ത് സെറ്റാക്കി നോക്കും. എന്തെങ്കിലും തോപ്പിക്കണമെങ്കിൽ അവർക്ക് റാങ്കപ്പ് മാത്രം മതി. ആർക്കടെ റാങ്കപ്പ് വേണ്ടേ ആ പച്ചനാണ്. ത്രോ അയ്യോ ഈ റിക്കവറിൻ്റെ അടുത്ത് ത്രോ കഴിഞ്ഞില്ല. വിത്തി ഇത് പ്രയാസം തന്നെ ശരിക്കും പറഞ്ഞാൽ. ഗ്രോ ഇഞ്ചസ് ചെയ്ത ബാസും ശരിയായി ഒന്നും കിട്ടുന്നില്ല എൻ്റെ മോനെ. മോനെ കളിക്കരുത് രണ്ടു കൊളായി വന്നില്ലോടാ മോനെ. എനിക്ക് മനസ്സിലായടാ മോനെ. എനിക്കൊന്ന് കാപ്പി ഒന്ന് കുടിക്കണോടാ മോനെ. ഇത് എന്ത് ശരിയാവില്ലല്ലോ അല്ലേ. അവിടെ ഇവർ ടൂർണമെൻറ്റ് മോഡ് ഇട്ടിട്ട് നമ്മുടെ ഫ്ലാഗ് കാണിക്കുന്നില്ല. നമ്മുടെ ഫ്ലാഗ് കാണിക്കണം അത്രയും പരിപാടി. ഇവന്മാർക്ക് എന്താ പ്രശ്നം? അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ഫ്രം